26 ഏപ്രിൽ 26 രാവിലെ ഒരു കട്ടൻ ചായ അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി. സുരേഷ് ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് CPM-ന് പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. അവർ രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരക്ക് വോട്ട് ചെയ്യും. മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഉരുടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിണറായി, VD സതീശ, നിങ്ങൾ ശ്രീരാമനെ അപമാനിച്ചതൊന്നും ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് സഹിച്ചിട്ടില്ല. അവര് പൊറുക്കൂല. തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, നമുക്ക് കാണാം. ജനങ്ങളുടെ മനസ്സിൽ വലിയ വികാരം മറിഞ്ഞു പൊന്തുന്നുണ്ട്. ആ വികാരങ്ങളിൽ ഇവർ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. 26 ഏപ്രിൽ 26 രാവിലെ ഒരു കട്ടൻ ചായ അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി. സുരേഷ് ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.